ഹലോ എല്ലാവർക്കും നമസ്കാരം. ഗ്ലോബൽ കാർണർ സെയിൽസ് സർവീസ് ലിമിറ്റഡ് കമ്പനിയുടെ എല്ലാ യൂസർമാർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ നമസ്കാരം. അപ്പോൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് നമുക്കൊരു പ്രീപേ കാർഡ് ഉണ്ടല്ലേ. ഓക്കെ, പ്രീപേ കാർഡ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിന് കൺവീൻസ് ചാർജ് പോകുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ യൂട്ടിലിറ്റി ബില്ല് ചെയ്യുമ്പോൾ കൺവീൻസ് ചാർജ് പോകുന്നുണ്ട്. അപ്പോൾ ഈ കൺവീൻസ് ചാർജ് നമുക്ക് ഒരു പോയിൻ്റായിട്ട് മാറി, പെട്രോൾ പോയിൻ്റായിട്ട് മാറി, പെട്രോൾ കാർഡ് നമുക്ക് കിട്ടുന്നൊരു സിസ്റ്റം ഉണ്ട്. എല്ലാവർക്കും അറിയാം. പലർക്കും പെട്രോൾ കാർഡ് റിഡീം ചെയ്തുകൊണ്ട് പെട്രോൾ കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ പെട്രോൾ കാർഡ് വരാത്ത ആൾക്കാരുണ്ട്. കുറച്ച് ഡിലേ ഉണ്ട് പെട്രോൾ കാർഡിനെങ്കിലും പെട്ടെന്ന് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പെട്രോൾ കാർഡ് വന്ന ശേഷം എങ്ങനെയാണ് ഇത് റിഡീം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും പലർക്കും അറിയത്തില്ല എന്നുള്ളതാണ് അപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പെട്രോൾ കാർഡ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണത് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പെട്രോൾ കാർഡ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഈ കാർഡ് വന്ന സമയത്ത് ഒരു യൂസർ ഐ ഡിയും പാസ്വേഡും നമ്മുടെ മെയിലിലേക്ക് വരുന്നതായിരിക്കും. ആൾക്കാർക്ക് അത് വരുന്നില്ല. അപ്പോൾ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ യൂസർ ഐ ഡി കയറിയിട്ട് ടിക്കറ്റ് റേസ് ചെയ്യുക. ടിക്കറ്റ് റേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗ്ലോബൽ കാർഡിൽ നമുക്ക് ഈ പെട്രോൾ കാർഡിൻ്റെ യൂസർ ഐ ഡിയും പാസ്വേഡ്, യൂസർ ഐ ഡി എന്ന് പറയുന്നത് നമ്മുടെ മൊബൈൽ നമ്പർ തന്നെയാണ്, പാസ്വേഡ് എന്ന് പറയുന്നത് ഒരു 6 ഡിജിറ്റ് നമ്പറാണ്. ഓക്കെ, പിന്നെ പെട്രോൾ കാർഡ് വന്ന സമയത്ത് വരുന്ന ആ ഒരു എന്താ പറയുക, ഇതിൽ എൻലോപ്പിൽ ഒരു പിൻ നമ്പർ ഉണ്ടാവും. നമ്മുടെ ഒരു എന്താ പറയണം, പണ്ട് നമ്മളെ ATM കാർഡ് വരുന്ന സമയത്ത് ഒരു പിൻ നമ്പർ കാർബൺ പേപ്പറിലുള്ളത്, അത് എന്ന് പറയുന്നത് ആ പിൻ നമ്പർ എന്ന് പറയുന്നത് നമ്മളുടെ സ്വൈപ്പ് ചെയ്യുമ്പോൾ, അത് പെട്രോൾ കാർഡിൽ കൊണ്ടുപോയിട്ട് കാർഡ് സ്വൈപ്പ് ചെയ്യുമ്പോൾ കൊടുക്കേണ്ട പിൻ നമ്പറാണ്. ഇതെന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞ പിന്നെന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു ഇതിൽ കയറാൻ വേണ്ടിയിട്ട്, കയറി നമ്മൾ ക്യാഷ് ലോഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു യൂസർ ഐ ഡി പാസ്വേഡാണ്. അത് ചിലപ്പോൾ ചില ആൾക്കാർക്ക് അത് മെയിലിലേക്ക് വരും. മെയിൽ വരുമ്പോൾ മെയിലാണ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് സ്പാമിലോ അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റിലോ ആണ് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ സ്പാമിൽ കയറി നോക്കി കാണാൻ പറ്റും. പൈൻ ലാബ്സ് എന്നാണ് വരുന്നത് കേട്ടോ, നമ്മുടെ കമ്പനി എന്നല്ല, പൈൻ ലാബ്സ് വരുന്നത്. ഓക്കെ, അപ്പോൾ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ടിക്കറ്റ് റേസ് ചെയ്യുക, എടുക്കുക. അപ്പോൾ ഈ പെട്രോൾ കാർഡ് വന്ന ശേഷം നമ്മളുടെ ആപ്പിൽ കയറിയിട്ട് ഈ പെട്രോൾ കാർഡിലേക്ക് ക്യാഷ്, നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് എന്ന് അറിയാം അല്ലേ. ഓക്കെ, അപ്പോൾ 100 രൂപയാണ് പെട്രോൾ അടിക്കേണ്ടതെങ്കിൽ അതിൽ 90 രൂപ നമ്മൾ പേ ചെയ്താൽ മതി, 10% ഡിസ്കൗണ്ട്. ഇതാണ് നമ്മൾ 3600 ഡിസ്കൗണ്ട് ചെയ്ത് ആയിട്ട് വരുന്ന പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ആ ക്യാഷ് എങ്ങനെ ലോഡ് ചെയ്യേണ്ടതെന്നും ഈ ആപ്ലിക്കേഷൻ എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെയുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പലരും ചോദിക്കുന്നുണ്ട്, ഞങ്ങളുടെ പ്രോഗ്രാമിൽ ലൈവായിട്ട് കാണിച്ചു കൊടുക്കാറുണ്ട്. എങ്കിൽ പോലും നമ്മുടെ ടീമല്ലെങ്കിലും നമ്മുടെ ഗ്ലോബൽ കാർണറിൽ ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും അത് ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അത് സ്ക്രീൻ ഷെയർ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഞാൻ സ്ക്രീൻ ഷെയറിലേക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാവരും വാച്ച് ചെയ്യുക, മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഒക്കെ നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. ഞാൻ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, നമുക്ക് നേരെ സ്ക്രീനിലേക്ക് പോകാം. നമ്മളിപ്പോൾ സ്ക്രീനിലേക്ക് വന്നു. സ്ക്രീനിലെല്ലാം കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം നമ്മുടെ ഗ്ലോബൽ കാർണറിൻ്റെ യൂസർ ആപ്പ് ഒക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ നേരെ ഗ്ലോബൽ കാർണറിൻ്റെ ആപ്പിലേക്ക് കയറിയാണ്. ഗ്ലോബൽ ആപ്പ് ഓപ്പൺ ചെയ്ത് വരുന്നു. ഇതാണ് നമ്മുടെ ഗ്ലോബൽ കാർണറിൻ്റെ ആപ്പ് എന്ന് പറയുന്നത്. ഇതിനകത്ത് നമുക്കറിയാം, എല്ലാ യൂസർമാർക്ക് അറിയാവുന്നതാണ് നമ്മുടെ പെട്രോൾ കാർഡ് ഏതാണെന്നുള്ളത്. നമ്മുടെ ഒരുപാട് ഐക്കൺസ് ഉണ്ട്. അതിനകത്ത് സെക്കൻഡ് വൺ കാർഡ്. ഓക്കെ, കാർഡ് ക്ലിക്ക് ചെയ്യുക. ഗിഫ്റ്റ് കാർഡ് തൊട്ടപ്പുറത്ത് കിടക്കുന്ന കാർഡ് അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം ഇത് ഓപ്പണായിട്ട് വരും. വരുമ്പോൾ മൈ കാർഡ്, താഴെ കാണുന്ന മൈ കാർഡിലേക്ക് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നമുക്കിവിടെ കാർഡ് കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ എൻ്റെ കാർഡല്ല, ഞാൻ ഓൾറെഡി നേരത്തെ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു യൂസറായിട്ടുള്ള മൈക്കിൾ ഡേവിഡ് എന്ന് പറയുന്ന സാറിൻ്റെ കാർഡിൻ്റെ പെട്രോൾ കാർഡാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യം കിടക്കുന്ന കാർഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രീപേ കാർഡാണ്, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കാർഡ് അറിയാം. ഇതിൽ നിന്നുള്ള കൺവിൻസിങ് ചാർജസ് വന്നിട്ടാണ് താഴെ വരുന്ന പെട്രോൾ കാർഡിലേക്ക് ആഡാകുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ദിസ് പ്ലാൻ ഈസ് വാലിഡ് ഫ്രം 6 മന്ത്സ്. 6 മാസമാണ് എൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്. 6 മാസം കൊണ്ട് തീർക്കാന്നുള്ളതാണ്. ഓക്കെ, എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഇവിടെ പ്ലാൻ കാണാൻ പറ്റും. പ്ലാൻ നെയിം ബേസിക് പാക്കേജാണ് നമ്മൾ ഇവിടെ സ്റ്റാർട്ടിങ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡീം ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത്, കാർഡ് കിട്ടിയ ശേഷം എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ വീഡിയോ ചെയ്യാൻ പോകുന്നത്. നേരത്തെ പറഞ്ഞായിരുന്നു. അതിനുവേണ്ടി ചെയ്യേണ്ടത് വെച്ചാൽ നേരെ നമ്മൾ എന്ത് ചെയ്യുക, പെട്രോൾ കാർഡിൽ ഈ കാണുന്ന പ്ലാൻ ബേസിക്, അതിനകത്ത് കറണ്ട് പ്ലാൻ ഡീറ്റെയിൽസ്, അതിൻ്റെ അപ്പുറത്ത് കാണുന്ന മാനേജ് ഉണ്ടല്ലോ, മാനേജ് ബ്ലൂ കളറിൽ കാണുന്ന മാനേജ് ക്ലിക്ക് ചെയ്യുക. മാനേജ് ക്ലിക്ക് ചെയ്യുമ്പോൾ ലോഡ് മണി മാനേജ് കാർഡ് എന്ന് പറയുന്നുണ്ട്. ട്രാൻസാക്ഷൻ ഹിസ്റ്ററി കാണുന്നുണ്ട്. അപ്പോൾ ലോഡ് മണി മാനേജ് കാർഡാണ് നമ്മൾ ഫസ്റ്റ് എടുക്കേണ്ടത്. എങ്ങനെയാണ് കാർഡിലേക്ക് ക്യാഷ് ലോഡ് ചെയ്യേണ്ടതെന്ന് എങ്ങനെയെന്നൊക്കെ ഉള്ളതാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യണമെന്ന് തന്നെ നമുക്കൊരു യൂസർ ഐ ഡി പാസ്വേഡ് കിട്ടുമെന്ന് പറഞ്ഞ്, യൂസർ ഐ ഡി പാസ്വേഡ് നേരത്തെ ഞാൻ പറഞ്ഞു, തുടക്കത്തിൽ പറഞ്ഞു. അത് ഒന്നില്ലെങ്കിൽ മെയിലിലേക്കും വരുന്നത്, മെയിലിൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് ടിക്കറ്റ് റേസ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇതിൽ ഇവിടെ കാണിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് ഇത് സ്റ്റെപ്പിലേക്ക് പോകാം. ഇത് ലോഡ് മണി
മാനേജ് കാർഡ് ക്ലിക്ക് ചെയ്യുക കേട്ടോ. ലോഡ് മണി മാനേജ് കാർഡിൽ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും എന്ത് വരുന്നു, ഇവിടെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും കേട്ടോ. പേജ് ഉണ്ടോ, ഇതാണ് പേജ് ഉണ്ടോ, ഒരു മിനിറ്റ്. അപ്പോൾ ഈ പേജ് നമുക്ക് ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഈ ഒരു പേജ് കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഓപ്പൺ ചെയ്യണം. ഈ ഒരു നമ്മുടെ ഈ പേജ് നമ്മുടെ യൂസർ ഐ ഡിയും പാസ്വേഡും വെച്ച് ഓപ്പൺ ചെയ്യണം. ആ യൂസർ ഐ ഡിയും പാസ്വേഡാണ് ഞാൻ പറഞ്ഞ മെയിലിലേക്ക് വരികയോ ആ മെയിൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ടിക്കറ്റ് ട്രേസ് ചെയ്ത് വാങ്ങേണ്ടതാണ്. അപ്പോൾ ഇത് നോക്കിയാൽ കാണാൻ പറ്റും, ഇവിടെ 3 ലൈൻ കാണാം. ഫോണിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന 3 ലൈൻ അല്ല, അത് ക്ലിക്ക് ചെയ്ത് നോക്കാം. അവിടെ റീഫിൽ യുവർ കാർഡ് ഉണ്ട്. ഓക്കെ, മൈ അക്കൗണ്ട് ഒക്കെ ഉണ്ട്. അതും ചെയ്യേണ്ടത് നമ്മൾ ആദ്യം ഓപ്പൺ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും ഗ്ലോബൽ കാർഡിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു സെർച്ച് ബാറിൻ്റെ ഉണ്ട് ഒരു ആളിൻ്റെ പടമുണ്ടല്ലേ. ഓക്കെ, അവിടെ ക്ലിക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, ആളിൻ്റെ പടത്തിൽ ക്ലിക്ക് ചെയ്യുക. ഉണ്ടോ, മൈ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഓപ്പൺ ചെയ്തിട്ടുണ്ടോ. ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ എന്ത് ചെയ്യണം, നമ്മൾ യൂസർ ഐ ഡി, അതായത് ആരുടെ പേരിലാണോ ഐ ഡി ഇരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ യൂസർ ഐ ഡി ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ഈ പറഞ്ഞ വ്യക്തിയുടെ യൂസർ ഐ ഡിയാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്കവിടെ യൂസർ ഐ ഡി ടൈപ്പ് ചെയ്യാം. നോക്കട്ടെ യൂസർ ഐ ഡി എന്ന് പറയുന്നത്. ഓക്കെ, 9745 ആണ് നമ്പർ എന്ന് പറയുന്നത്. പിന്നെ അവിടെ നിന്ന് കിട്ടിയേക്കുന്ന ഒരു എന്താ പറയണ പാസ്വേഡ്. ഓക്കെ, പാസ്വേഡാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് നോക്കിയെടുക്കണം. പാസ്വേഡ് അടിച്ചോട്ടെ, പാസ്വേഡ് ഞാൻ ടൈപ്പ് ചെയ്യാണ്. ഓക്കെ, ഓക്കെ, അടിച്ച ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ലോഗിൻ ചെയ്യാം കേട്ടോ. അത് കൃത്യമായിട്ട് നോക്കണം, ലോഗിൻ ചെയ്യാം. ഓക്കെ, ലോഗിൻ ചെയ്ത് കഴിയുമ്പോഴേക്കും കണ്ടല്ലോ പ്രോസസ്സിങ് ഉണ്ടോ. വെൽക്കം മൈക്കിൾ ഡേവിഡ് ഉണ്ടോ, മൈക്കിൾ ഡേവിഡ് എന്നാണ് പേര്. അദ്ദേഹത്തിൻ്റെ യൂസർ ഐ ഡി പാസ്വേഡ് നമുക്കവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അത് സേവ് ചെയ്യുന്നു. ഇവിടെ നമുക്ക് ഹോം, കാർട്ട്, അതുപോലെ ഓർഡേഴ്സ്, കൂപ്പൺസ്, മൈ പ്രൊഫൈൽസ്, ലോഗൗട്ടിന് പലതും ഉണ്ട്. അതായത് ഈ പറഞ്ഞ പൈൻ ലാബ്സിൻ്റെ അതിൽ തന്നെ ഒരുപാട് മറ്റുള്ള ഒരു ഫീച്ചേഴ്സൊക്കെ ധാരാളമുണ്ട്. നമുക്ക് വരുന്ന വൗച്ചേഴ്സൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതും പൈൻ ലാബ്സ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത് നമ്മളുടെ ഈ പേജ്, അദ്ദേഹത്തിൻ്റെ പേജ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ആ യൂസറിൻ്റെ പേജ് ഓപ്പൺ ആയിട്ടുണ്ട്. വീണ്ടും നമുക്ക് നോക്കിയാൽ മുകളിൽ നോക്കുകയാണ് ആ ബ്ലൂ ലൈനിൽ കാണുന്ന ഗ്ലോബൽ എന്നൊക്കെ പറഞ്ഞ് എഴുതിയേക്കണതിൻ്റെ കാണുന്ന ഫോണിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന 3 പാരലൈൻ ഉണ്ടല്ലോ. 3 പാരലൈൻ ക്ലിക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, 3 പാരലൈൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് റീഫിൽ യുവർ കാർഡ്സ് ഉണ്ടോ, അത് തന്നെ അത് ഓപ്പൺ ചെയ്യണം. റീഫിൽ യുവർ കാർഡ് നേരത്തെ നമ്മൾ കണ്ടായിരുന്നെങ്കിൽ പോലും അത് നമ്മളുടെ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് വേണം, നമ്മൾ ആരുടെ പേരിലാണോ അത് ചെയ്യേണ്ടത് അദ്ദേഹത്തിൻ്റെ ആ യൂസർ ഐ ഡി പാസ്വേഡ് ഓപ്പൺ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട് ഈ റീഫിൽ യുവർ കാർഡ്. ഒന്നിന് കാണിച്ചു തരാം. 3 പാരലൈൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, റീഫിൽ യുവർ കാർഡ് ഉണ്ടല്ലോ, റീഫിൽ യുവർ കാർഡ്. ഓക്കെ, അത് ക്ലിക്ക് ചെയ്യാം കേട്ടോ. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ റീഫിൽ യുവർ കാർഡെന്ന്, പെട്രോൾ കാർഡെന്ന് റീഫിൽ എന്ന് വന്നു. 10% ഡിസ്കൗണ്ട് ഉണ്ട്, 10% അല്ലേ. ഓക്കെ, താഴേക്ക് വേണമെങ്കിൽ സ്ക്രോൾ ചെയ്ത് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ വായിച്ചോ. ഞാൻ കൂടുതൽ അതിലേക്കൊന്നും പോകുന്നില്ല, ജസ്റ്റ് ഇതൊന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ്. ഇത് ഒരാൾ കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഈ വീഡിയോ ഷെയർ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ള യൂസർമാർക്ക് മറ്റുള്ള ആൾക്കാർക്ക് അത് ഗുണകരമായിട്ട് മാറുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പെട്രോൾ കാർഡ് റീഫിൽ എന്ന് പറയുന്ന ആ കാർഡിൻ്റെ ആ ഒരു പിക്ചർ ഉണ്ടല്ലോ, ആ പിക്ചറിൽ ക്ലിക്ക് ചെയ്യണം കേട്ടോ. പിക്ചറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, പിക്ചർ കുറച്ച് വലുതായിട്ട് വന്നു. പിന്നെ താഴെ റീഫിൽ യുവർ കാർഡ്സ്, പെട്രോൾ കാർഡ് റീഫിൽ ഉണ്ടാ, എക്സ്പയറി എന്നെ ഉണ്ടാ, വൗച്ചർ ഡെലിവറി വിത്തിൻ 24 hours ഓഫ് സക്സസ്ഫുൾ പർച്ചേസ് ഉണ്ടാ. ഇവിടെ മിനിമം പ്രൈസ് 100 rupees ഉണ്ടാ, മാക്സിമം പ്രൈസ് 2000 INR അല്ലേ. ഡിസ്കൗണ്ട് 10% ഡിസ്കൗണ്ട് അല്ലേ. ഓക്കെ, ഇവിടെ കാണുന്നുണ്ട് ഡിനോമിനേഷൻ INR അല്ലേ, ഇന്ത്യൻ റുപ്പീസ് ഡിനോമിനേഷൻ. അതിൽ നമുക്ക് എന്ത് ചെയ്യുക, എത്ര ആണ് നമുക്ക് എടുക്കേണ്ട, അതിൽ എത്ര രൂപയുടെ പെട്രോളാണ് അടിക്കേണ്ടത് എന്നുള്ള അവിടെ ഡിനോമിനേഷൻ അത് ക്ലിക്ക് ചെയ്യണം കേട്ടോ. ഇവിടെ ഡിനോമിനേഷൻ എന്ന് പറയുന്ന ആ കോളത്തിൽ ഉണ്ടല്ലോ, ആ കോളത്തിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ 100, 200, 500, 1000, 1500, 2000 ഈ ലെവലിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഞാനിത് സാമ്പിൾ അടിക്കാൻ വേണ്ടി നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്കൊരു 100 രൂപ ഞാൻ ആഡ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഒന്നിട്ട് കാണിച്ചു തരാം. ഇതിനെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. പെട്രോൾ കാർഡ് റീഫില്ല് അതിലെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. മിനിമം പ്രൈസ് 100, മാക്സിമം പ്രൈസ് 2000 വരെ നമുക്ക് ചെയ്യാൻ പറ്റും, 10% ഡിസ്കൗണ്ട്. ഓക്കെ, അത് ഡിനോമിനേഷൻ പറയുന്നത് എത്രയാണെന്നുള്ള നമുക്കിവിടെ സെലക്ട് ചെയ്യുക. അവനിവിടെ ഡിനോമിനേഷൻ്റെ ആ കോളത്തിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും 100, 200, 500, 1000, 1500, 2000 എന്ന് പറയുന്ന ഒരു ഡിനോമിനേഷൻ എമൗണ്ട് നമുക്ക് കാണിക്കുന്നു. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, 100ൻ്റെ ആ കോളത്തിൽ, 100ൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ആ ഒരു റൗണ്ട് കോളത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, അവിടെ കോളത്തിലേക്ക് 100 രൂപ വന്നിട്ടുണ്ട്. ക്വാണ്ടിറ്റി 1, എത്ര വേണമെങ്കിൽ കൂട്ടാൻ പറ്റും. ഇതിനകത്ത് താഴെ കാണുന്ന ആഡ് ടു കാർഡ് ഉണ്ടല്ലോ, ആഡ് ടു കാർഡ് അല്ലേ, ആഡ് ടു കാർഡിലേക്ക് എന്ത് ചെയ്യുന്നു, ആ കയ്യിൽ നിന്ന് പ്രസ് ചെയ്യുന്നു, അവിടെ ക്ലിക്ക് ചെയ്യുക കേട്ടോ. ആ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും എന്ത് ചെയ്യുന്നു,
അവിടെ അടുത്ത പേജിലേക്ക് വന്ന് പർട്ടിക്കുലർ അല്ലേ, പർട്ടിക്കുലേഴ്സ്, ക്വാണ്ടിറ്റി, കൂപ്പൺ, പ്രൈസ്, ടോട്ടൽ എമൗണ്ട് 100 എല്ലാം ഇവിടെ. നെറ്റ് എമൗണ്ട് 90 ഉണ്ടെന്നുണ്ടോ? നമ്മൾ കൊടുത്ത എത്ര 100 കൊടുത്തത്. ടോട്ടൽ എമൗണ്ട് 100 ഡിസ്കൗണ്ട് 10% അപ്പോൾ എത്ര വന്നു? 90 രൂപ നെറ്റ് എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പോകത്തുള്ളൂ. ഓക്കെ, ഒന്നുകൂടി കാണിച്ചുതരാം. ദിസ് പ്രോഡക്റ്റ് ഡെലിവറി പീരീഡ് വിത്തിൻ 24 hours വിത്തിൻ സക്സസ്ഫുൾ പർച്ചേസ്. ഇവിടെ പേയബിൾ എമൗണ്ട് വന്നിട്ട് INR 90 rupees വരുന്നുണ്ടോ? ബാക്ക് ടു ഷോപ്പ് അല്ലെങ്കിൽ ചെക്കൗട്ട് കൊടുക്കുക. നമ്മൾ എന്ത് ചെയ്യണം? കൊടുക്കാൻ ചെക്കൗട്ട് കൊടുത്താൽ മതി. 90 രൂപയാണ് നമ്മൾ അക്കൗണ്ടിൽ നിന്ന് പോകത്തുള്ളൂ. അപ്പോൾ ചെക്കൗട്ട് കൊടുക്കുക, ചെക്ക് ചെയ്യുക കേട്ടോ. ചെക്ക് ചെയ്ത് വെക്കുമ്പോൾ പ്രോസസ്സിങ് ടു ചെക്കൗട്ട്. അപ്പോൾ കാർഡ് ഗിഫ്റ്റ് ഡീറ്റെയിൽസ് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ പേര്, മലപ്പുറം, അങ്ങനെ പല ഡീറ്റെയിൽസ്, അദ്ദേഹത്തിൻ്റെ അഡ്രസ് എല്ലാം വന്നിട്ടുണ്ട്. യുവർ ഓർഡർ, പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ്, എമൗണ്ട്, ഗ്രാൻഡ് എൻ്റെ ഗ്രോസ് ടോട്ടൽ എത്രയാണ്? 100 അല്ലേ. ലെസ് ഡിസ്കൗണ്ട് പോയിൻറ്റ്സ് 10%. ഓക്കെ, ഇവിടെ വീണ്ടും വന്നിട്ടുണ്ട് നെറ്റ് പേയബിൾ INR 90. നമ്മൾ 100 രൂപയുടെ പെട്രോൾ അടിക്കണത്, പക്ഷേ നമ്മൾ ഇതിൽ നിന്ന് പോകുമ്പോൾ 90 രൂപ നമ്മുടെ അക്കൗണ്ടിൽ 10% ഡിസ്കൗണ്ടാണ് നേരത്തെ പറഞ്ഞത്. 90 രൂപ പോകത്തുള്ളൂ. പക്ഷേ പെട്രോൾ കാർഡ് അവിടെ അടിച്ച് കഴിയുമ്പോൾ അവിടെ പോകുന്നത് 100 രൂപയായിട്ട് പോകും. ഓക്കെ, അതായത് നമ്മുടെ 90 10% ഡിസ്കൗണ്ടും പോയിട്ട് കൊടുത്തിട്ട് 100 രൂപയായിട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ 90 രൂപ നമ്മൾ ഇവിടെ പേ ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? അപ്പോൾ ചെക്കൗട്ട് കൊടുക്കുക. ചെക്കൗട്ട് കൊടുക്കാൻ നേരത്ത് എന്ത് വരുന്നു? ഇവിടെ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നിട്ട് കാണിക്കുന്നുണ്ട്. 90 വേണമെങ്കിൽ കാണിക്കുന്നുണ്ട്. ഇവിടെ ലെസ് കൂപ്പൺ എമൗണ്ട് 0. ഓക്കെ, ഇപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ ഫൈനൽ എമൗണ്ട് ടു പേ INR 90 കണ്ടില്ല. അവിടെ ഓൺലൈൻ പേയ്മെൻ്റ് ആണ്. ഓൺലൈൻ പേയ്മെൻറ്റ് എന്ന് എഴുതിയാണ്. അതിൻ്റെ തൊട്ട് മുമ്പിൽ തന്നെ ഒരു കോളം കാണാം. അവിടെ ടിക്ക് ചെയ്യണം കേട്ടോ. അവിടെ ജസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ അവിടെ ബ്ലൂ ടിക്ക് വരും. എന്നിട്ട് എന്ത് ചെയ്യണം? പ്രൊസീഡ് ടു പേ അവിടെ വീണ്ടും ക്ലിക്ക് ചെയ്യണം കേട്ടോ. പ്രൊസീഡ് ടു പേ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവിടെ ഫൈനൽ എമൗണ്ട് ടു INR പേ ഉണ്ടോ. ഇവിടെ വീണ്ടും എന്തുണ്ട്? പേ ടു എമൗണ്ട് ടു പേ INR 90 എന്നുണ്ട്. ഒരു ഐ അക്സെപ്റ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻസിൻ്റെ മുകളിൽ ഒരു സ്ക്വയർ അല്ലേ കാണാൻ പറ്റും. അവിടെ ടിക്ക് ചെയ്യേണ്ട. അവിടെ ടിക്ക് മാർക്ക് വന്നു, ബ്ലൂട്ടിൽ ഒരു വൈറ്റ് ടിക്ക് മാർക്ക് വന്നിട്ട് പ്രൊസീഡ് ടു പേ ഓൺലൈൻ പേയ്മെൻറ്റ്. പ്രൊസീഡ് ടു ഓൺലൈൻ പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ വന്നത് എന്താണ്? ഒരു QR കോഡാണ്. ഈ QR കോഡ് നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? കാണിച്ച് ഇതിനൊക്കെ മുൻകൂട്ടി പറഞ്ഞാണ്. അപ്പോൾ ഈ QR കോഡ് ഉള്ള സമയത്ത് അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ ഗാലറിയിലേക്ക് പോസ്റ്റ് ചെയ്തിട്ടേക്കാം. എന്നിട്ട് വേണം നമുക്ക് നമ്മുടെ ഏത് പേയ്മെൻറ്റ് ഗേറ്റ് വേണം അതിലേക്ക് പോകാനായിട്ട്. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. പ്രൊസീഡ് ടു പേ ഓൺലൈൻ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആ കോളത്തിൽ ക്ലിക്ക് ചെയ്യാം കേട്ടോ. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഓപ്പണായിട്ട് വരുന്നുണ്ട്. ഓക്കെ, വെയിറ്റ് ചെയ്യാം. ഉണ്ടോ ഇവിടെ ഇത് QR കോഡ് വന്നു. QR കോഡ് എന്ന് പറഞ്ഞ സാധനം എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇത് ചെയ്യണം അല്ലേ, നമ്മുടെ സ്ക്രീൻഷോട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫോണിൻ്റെ സൈഡിൽ കാണുന്ന നമ്മുടെ വോളിയം ബട്ടണും ഓഫ് ബട്ടണും, വോളിയം ബട്ടണിൻ്റെ താഴെയുള്ള ബട്ടണും അതുപോലെ നമ്മുടെ എന്താ പറയുക ഓഫ് ബട്ടണും കൂടി കൂട്ടിയിട്ട് വേണം പ്രസ് ചെയ്യാനായിട്ട് കേട്ടോ. പ്രസ് ചെയ്യുമ്പോഴേക്കും കണ്ടോ അതോ ഓപ്പണായിട്ട് വരും. ഓക്കെ, സ്ക്രീൻഷോട്ട് വന്നിട്ടുണ്ട്. ആ സ്ക്രീൻഷോട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. നമ്മളെന്ത് ചെയ്യണം? നമ്മളെന്ത് ചെയ്യണം? നേരെ ഇത് മിനിമൈസ് ചെയ്യുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഫുള്ളായിട്ട് അതൊന്ന് മിഡിൽ ബട്ടൺ വെച്ച് ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മുടെ സ്ക്രീനിലേക്ക് മാറുക അല്ലേ. സ്ക്രീൻ മാറിയ ശേഷം നമുക്ക് ഏത് ആണ് നമ്മുടെ യൂസ് ചെയ്യുന്ന പേയ്മെൻറ്റ് ഗേറ്റ്വേ, ആ പേയ്മെൻറ്റ് ഗേറ്റ്വേയിലേക്ക് പോകേണ്ടതാണ്. ഓക്കെ, നമ്മൾ പേയ്മെൻറ്റ് ഗേറ്റ്വേയിലേക്ക് പോകുന്നു. നിങ്ങൾ ഏത് പേയ്മെൻറ്റ് ഗേറ്റ്വേ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് ആ പേയ്മെൻറ്റ് ഗേറ്റ്വേ എടുക്കുക, എന്നിട്ട് യൂസ് ചെയ്യുക കേട്ടോ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ നമ്മൾ ടാപ്പ് ടു കൊടുക്കുന്നു. ഇവിടെ ചെയ്യേണ്ടത് സ്ക്രീനിലേക്ക് പോകണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ഒരു QR കോഡിൻ്റെ ഓപ്പൺ ചെയ്ത ശേഷം നമ്മുടെ ഫോണിൽ തന്നെ നമ്മൾ എന്തുണ്ട്? നമ്മുടെ നിങ്ങളുടെ ഫോണിലുള്ള ഗാലറി ഓപ്പൺ ചെയ്യണം. ഗാലറി ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇവർക്ക് പല ഇതിലേക്ക് ഇവിടെ എൻ്റെ കാണുന്നത് മുകളിൽ ആര് ക്ലിക്ക് ചെയ്യുന്നത്. ഓക്കെ, ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുന്നത് നേരെ നമ്മുടെ ഇതിലേക്ക് വന്നു. അത് നമ്മുടെ ഫോട്ടോ ഗാലറിയിലേക്ക് വന്നു. ഈ ഫോട്ടോ ഗാലറി കാണുന്നുണ്ട്. നിങ്ങൾ നേരത്തെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുള്ള ആ ഒരു QR കോഡ് ഉണ്ട്. ആ QR കോഡ് ക്ലിക്ക് ചെയ്യുക. നമുക്ക് കണ്ടോ ആ QR ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ആ QR കോഡ് അവിടെ സ്കാൻ ആയി ഉണ്ടോ. നേരത്തെ നമ്മുടെ സ്കാനിൻ്റെ ആ ഒരു എന്താണ് പറയുക ആ സ്കാനർ ഓപ്പൺ ചെയ്ത ശേഷം നമുക്കറിയാലോ കടയിൽ കൊണ്ടുപോയിട്ട് QR കോഡ് സ്കാൻ ചെയ്യുന്ന പോലെ തന്നെ അവിടെ സ്കാനിങ് ഓപ്പണായി. ആ QR കോഡ് ഓപ്പൺ ആയിട്ടുണ്ട്. അവിടെ 90 രൂപ നമ്മൾ എന്ത് ചെയ്യുന്നു? ഗ്ലോബൽ കാർഡിലേക്ക് നമ്മൾ പേ ചെയ്യാണ്. പേ 90 rupees ഉണ്ടോ? 90 rupees പേ ചെയ്യണം. അപ്പോൾ ഏത് ബാങ്കാണെന്നുള്ളതും കൂടെ കാണാൻ പറ്റും. പേ ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? പിന്നെ അടിച്ചു കൊടുക്കുക കേട്ടോ. ഓക്കെ, പിന്നെ അടിച്ചു കൊടുക്കുക. അപ്പോൾ പേയ്മെൻറ്റ് വന്നിട്ട് ഗ്ലോബൽ കാർഡിലേക്ക് 90 രൂപ പേയ്മെൻറ്റ് പോയിട്ടുണ്ട്. അതെന്ത് ചെയ്യുക? ഡൺ ചെയ്യുക കേട്ടോ. ഡൺ ചെയ്യുക. ഓക്കെ,
പേയ്മെൻറ്റൊക്കെ പോയി എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, വീണ്ടും നമുക്ക് എന്ത് ചെയ്യുക, അത് മിനിമൈസ് ചെയ്യുക. നമ്മൾ ഇതിലേക്ക് ഒരു നേരെ നമ്മൾ നേരത്തെ എടുത്ത പേജിലേക്ക് അല്ലേ, നമ്മുടെ ആ പെട്രോൾ പേയ്മെൻറ്റ് റിഡീം ചെയ്യുന്നതിൻ്റെ ആ പേജിലേക്ക് റിട്ടേൺ വരിക എന്നുള്ളതാണ്. ഓക്കെ, ബാക്കിലേക്ക് വന്നു. ഓക്കെ, ഇവിടെ ഓക്കെ ഉണ്ടോ, താങ്ക് യു ഉണ്ടോ, ഇവിടെ ആ പെട്രോൾ പോയിൻ്റ്, അതായത് ആ ക്യാഷ് ലോഡ് ചെയ്തത് എന്തോന്നു ഇവിടെ താങ്ക് യു പ്ലേസിങ് യുവർ ഓർഡർ സിയർ ഗ്ലോബൽ ഗാർമെൻറ്റ്സ് ലിമിറ്റഡ് കമ്പനി എന്നുള്ള പ്ലീസ് ഫൈൻഡ് യു എല്ലാം എഴുതിയിട്ടുണ്ട്. യുവർ ഓർഡർ ഡീറ്റെയിൽസ് ഉണ്ടോ, യുവർ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. പ്രൊഡക്റ്റ് കോഡ് ഉണ്ടല്ലോ, ഇവിടെ എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പെൻഡിങ് കാണിക്കുന്നുണ്ട്, അത് കുറച്ച് കഴിയുമ്പോൾ ആയിക്കോളൂ കേട്ടോ. ഓക്കെ, മണി കനോട്ട് ബൈ ഹാപ്പിങ്സ് ബട്ട് അതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എത്ര വലിയ ഇംഗ്ലീഷൊന്നും കാര്യമായിട്ട് അറിയില്ല, അറിയാവുന്ന ആൾക്കാർ കുറച്ചുകൂടെ വായിച്ചൊക്കെ മനസ്സിലാക്കാം കേട്ടോ. ഓക്കെ, ചെറിയ ചെറിയ കാര്യം മാത്രമേ ഞാൻ പറഞ്ഞു തരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ബാക്ക് കൊടുക്കുക. നമ്മൾ എന്ത് ചെയ്യാം, നേരെ ബാക്ക് പോകാം. പൈസ എല്ലാം കേട്ടിട്ടുണ്ട്, കൺഫേം ചെയ്തിട്ടുണ്ട്. ഫുള്ളായിട്ടൊന്ന് ബാക്ക് പോയിക്കോ. ഓക്കെ, നമ്മുടെ ക്യാഷ് ലോഡ് ചെയ്ത് കയറിയിട്ടുണ്ടോ എന്നുള്ളത് നോക്കാം. ഇവിടെ പോയിൻറ്റ് ബാലൻസ് നേരത്തെ 600 കാണിച്ചു, ഇപ്പോൾ 590 കാണിക്കുന്നുള്ള 10% ഡിസ്കൗണ്ട്. അതിൽ നിന്ന് ആ 600 എന്ന് പറയുന്ന നമുക്ക് വരുന്ന പോയിൻ്റാണ്, അതിൽ നിന്ന് ഡിസ്കൗണ്ട് ആയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്കത് 100 രൂപ നേരത്തെ ആഡ് ചെയ്തത് അത് കയറ്റുണ്ടോ എന്നുള്ളത് നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഓർഡേഴ്സിൽ ക്ലിക്ക് ചെയ്യുക. ഓർഡേഴ്സ് ക്ലിക്ക് ചെയ്ത ശേഷം നമുക്കിവിടെ അവിടെ ഓർഡർ നമ്പറൊക്കെ വന്നിട്ടുണ്ട്. നേരെ ഫോൺ സൈഡിലേക്ക് ലെഫ്റ്റിലേക്ക് സ്ക്രോൾ ചെയ്യുക. നേരത്തെ ഇവിടെ പ്രൈസ് 100, പോയിൻറ്റ്സ് യൂസ്ഡ് 10, നെറ്റ് എമൗണ്ട് 90, ഓൺലൈൻ മോഡ് പേയ്മെൻറ്റ് മോഡ് ഓൺലൈൻ, കൺഫേംഡ് പേയ്മെൻറ്റ് സ്റ്റാറ്റസ് കൺഫേംഡ് ആണ്. സ്റ്റാറ്റസ് വന്നിട്ടില്ല, അത് സക്സസ്ഫുൾ ആവും, പക്ഷേ ഇപ്പോൾ കുറച്ച് ടൈം ആയിക്കോളും. ഓക്കെ, അപ്പോൾ നിങ്ങൾ നേരത്തെ തന്നെ പെട്രോൾ അടിക്കണമൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ ക്യാഷൊക്കെ ലോഡ് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്തൊക്കെ വെക്കുക, എന്നിട്ട് വേണം പോയി അടിക്കാനായിട്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്ര ഉള്ളു കാണിക്കാനായിട്ട്. ഇങ്ങനെയാണ് നമ്മളുടെ പെട്രോൾ കാർഡ് കിട്ടിയ ശേഷം നമ്മൾക്ക് ഈ പെട്രോൾ പോയിൻ്റ് അല്ലെങ്കിൽ ക്യാഷ് ലോഡ് ചെയ്യേണ്ട വിധം ആണ് ഇപ്പോൾ കാണിച്ചു തന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തുക. അതുപോലെ ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ഇനിയും വരാം, അപ്പോൾ അതിലേക്ക് കൂടുതൽ ആരൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ ഈ ചാനൽ എന്ന് പറയുന്നത് ഈ ഗ്ലോബൽ വേണ്ടി മാത്രമല്ല, അത് ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു സെഗ്മെൻറ്റിൽ കൂടിയാണ് ഈ ചാനൽ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് എൻ്റർടൈൻമെൻറ്റും എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി കാണുക. അപ്പോൾ ഏതെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലൊക്കെ അത് കണ്ട് മനസ്സിലാക്കി അതിൽ കൂടുതൽ എന്ത് പറയണം, നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ നല്ല നല്ല വീഡിയോസ് ഇനിയും വരാം. ഇതുപോലെ നമ്മുടെ ഗ്ലോബൽ ഗാർഡിൽ ഒരുപാട് വീഡിയോസ് ഇനിയും ചെയ്യാനുണ്ട്. അപ്പോൾ ഓരോ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക, മനസ്സിലാക്കുക. അപ്പോൾ അതുപോലെ ചാനലൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അങ്ങനെ പല കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ. ഓക്കെ, താങ്ക് യു സോ മച്ച്.